വേദന കൊണ്ട് പിടഞ്ഞു കരയുന്ന ഈ പിഞ്ചു മോളെ പടച്ചവനെ ഓർത്ത് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണേ പ്രിയപ്പെട്ടവരെ. കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. എല്ലാവരും എൻ്റെ മോക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. എല്ലാവർക്കും വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സഹായിക്കണം, ദുആ ചെയ്യണം. നമുക്ക് പോവാം. പെറ്റുമാരെ കണ്ടിറങ്ങുന്നത് കാണാൻ കഴിയുന്നില്ല. മോളൊക്കെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ സഹായിക്കണം. എൻ്റെ മോളെല്ലാവരും കൂടിയിട്ട് സഹായിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിലാണ് ഇങ്ങനൊരു വീഡിയോമായി നന്മ നിറഞ്ഞ പൊതുസമൂഹമായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ എത്തിയിട്ടുള്ളത്. ആദ്യമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ച് അടിയന്തരമായി സഹായം സമാഹരിക്കണം, ഒരു സംവിധാനം ഉണ്ടാക്കണം. തലശ്ശേരി പിണറായി പാറപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആയിഷത്തുൽ ഐറ എന്ന് പറയുന്ന 3 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു മകൾക്ക് സെർവർ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അത്യപൂർവ്വ രോഗം പിടിപെട്ട് വളരെയധികം ദയനീയമായ സങ്കടാർഹമായ അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവർ. ഉടനടി തന്നെ മജ്ജ മാറ്റിവെക്കലല്ലാതെ വേറൊരു ചികിത്സയുമില്ലെന്ന് ഹോസ്പിറ്റലിൽ അറിയിച്ചതിൽ പിന്നെ ഏകദേശം 50 ലക്ഷം രൂപയോളം സർജറിക്ക് ആവശ്യമാണെന്ന് എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു എസ്റ്റിമേറ്റ് കിട്ടിയതിൽ പിന്നെ കുടുംബത്തിന്റെ കൂട്ടക്കരച്ചിലാണ്. നിത്യവൃത്തിക്ക് പോലും യാതൊരു മാർഗവും ഇല്ലാത്ത ഈ കുടുംബത്തിന് 50 ലക്ഷം രൂപ എവിടെന്നും ലഭിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നന്മ നിറഞ്ഞ പൊതുസമൂഹമായ നിങ്ങളുടെ മുമ്പിൽ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. പൊന്നുമോൾക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറയുന്ന സമയത്ത് ശരീരം മൊത്തം ചുവന്ന കുരുകൾ വന്ന് കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. വളരെയധികം വേദനയോടുകൂടി, വളരെയധികം സങ്കടത്തോടുകൂടി എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉടനടി തന്നെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കരയുന്ന പൊന്നുമോളുടെ വേദന കണ്ട് സങ്കടം കണ്ട് നമ്മൾക്ക് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചവന് മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അത്രയും സങ്കടത്തോടുകൂടി ഈ പിഞ്ചു മകള് കരഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സഹായം അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ സഹായിച്ചാൽ മാത്രമേ, നമ്മൾ സഹകരിച്ചാൽ മാത്രമേ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും സഹായിക്കുമെന്നും നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോട് നിർത്തുന്നു. ആയിഷത്തുൽ ഐറ എന്ന് പറയുന്ന വളരെയധികം വേദനയോടുകൂടി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കഴിയുന്ന ആ പിഞ്ചു മകൾക്ക് സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും അയൽവാസികളും ഒക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ആ പിഞ്ചു മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമകളുടെ വേദന, ആ പൊന്നുമകളുടെ പ്രയാസം നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് എത്രയും പെട്ടെന്ന് അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ആയിഷത്തുൽ ഐറ എന്ന 3.5 വയസ്സുകാരി കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഭീമമായ തുക ആവശ്യമായി വന്നിരിക്കുകയാണ്. ഏറെ കഷ്ടപ്പാടുള്ള കുടുംബത്തിലെ അംഗമാണ് കുട്ടി. ഏകദേശം 50 ലക്ഷത്തോളം രൂപ ആവശ്യമായി വന്നിരിക്കുന്ന ഈ ചികിത്സക്ക് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. 16-ാം വാർഡിൽ താമസിക്കുന്ന ആയിഷത്തുൽ ഐറ എന്ന 3 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സാർത്ഥം വലിയ പൈസ വേണ്ടി വരുന്നതുകൊണ്ട് ഇതുകൊണ്ട് മുഴുവൻ ആളുകളും അകമഴിഞ്ഞ് സഹായിച്ച് ആയിഷത്തുൽ ഐറ എന്ന കുട്ടി മാരകമായ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. ആ കുട്ടിക്ക് വളരെ ഭാരിച്ച ചിലവുള്ള ഒരു ഓപ്പറേഷൻ വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാരകങ്ങളായ രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ അസുഖബാധിതയെ കഴിയുന്ന പൊന്നുമോൾക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഷിഫയും ആഫിയത്തും നൽകി ആ മാതാപിതാക്കൾക്ക് കൺകുളിർക്കുന്ന സന്താനമായി അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ആയിഷത്തുൽ ഐറ എന്ന 3 വയസ്സുകാരിയായ കുട്ടി മാരകമായ അസുഖം മൂലം മിംസ് ഹോസ്പിറ്റലിൽ കഴിയാണ്. എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആയിഷത്തുൽ ഐറ എന്ന 3 വയസ്സുള്ള പിഞ്ചുമകൾ അപ്ലാസ്റ്റിക് അനീമിയ എന്ന മാരകമായ രോഗം ബാധിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ചികിത്സയിലാണ്. ഇത്രയും പെട്ടെന്ന്
മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വാടകയ്ക്ക് താമസിക്കുന്ന അതുപോലെ കൂലിപ്പണിയെടുത്ത് നിത്യജീവനം നയിച്ചു വരുന്ന നജീബ് റാഹിദ ദമ്പതിമാർക്ക് ഭീമമായ സംഖ്യ വളരെ പ്രയാസമായി വന്നിരിക്കുകയാണ്. എല്ലാവരും അകമഴിച്ച് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും. ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് നവംബർ 6-ാം തീയതി തന്നെ കുട്ടിയെ സർജറിക്ക് വിധേയമാക്കണമെന്നാണ്. നമ്മൾ ഈ ഒരു വേദനാർഹമായ സങ്കടം കണ്ടിട്ട് നമ്മൾക്ക് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ പൊന്നുമകളെ വളരെയധികം ദയനീയമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം സമ്മാനിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.